നെയ് നാണക്കേട്. ഉമ്മ എന്തൊക്കെയായി പറയുന്നത്? അയ്യേ, വയസ്സുകാലത്ത് നാണക്കേട്. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് മക്കളടുത്ത് ഞാൻ എന്ത് പറയും? കല്യാണം ഉമ്മാക്ക് ആലോചിച്ചിട്ട് വന്നെന്ന് പറയുമോ അവരില്ലേ? ഛോ, അയ്യേ, വാപ്പയില്ലാതെ നമ്മളെ വളർത്തി, അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഇപ്പോഴും കാണിക്കുന്നത് ഇക്ക വിചാരിക്കുന്ന എന്താ? എനിക്ക് സന്തോഷമാണെന്നാണ്. ഓ, എനിക്കാണെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മതി. എൻ്റെ അമ്മായിയമ്മയോ കെട്ടിയനോ ഒക്കെ അറിഞ്ഞ എനിക്ക് ഇതീ വലിയൊരു നാണക്കേടില്ല. ഉമ്മ കെട്ടാൻ മുട്ടിയിരിക്കുന്നെന്ന് പറയും. ഓ, ഇനി അത് മതി. പിന്നെ എൻ്റെ ഭർത്താവിന് കുത്തലായിരിക്കും. ഇനി ഞാൻ മരിക്കുമ്പോൾ നീ കെട്ടാൻ പോകത്തില്ലോടി, നിന്റെ ഉമ്മ അങ്ങനത്തെ അല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞായിരിക്കും. ഓ, അവിടെ ചെന്ന് അവരെയൊക്കെ മുന്നിൽ എൻ്റെ മാനം പോകത്തില്ലേ? ഈ ഉമ്മയ്ക്ക് ഇത് എന്തിന്റെ കേട്? ഉമ്മ രാവിലെ പറഞ്ഞേക്കാം, ശരി നമുക്ക് അതങ്ങനെ ചെയ്യാം, അവര് സ്വത്തോ വകയെ എഴുതി കൊടുത്തിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ പോട്ട്. ഇത്ര വലിയ നാണക്കേടില്ലല്ലോ അത്. കുറച്ചുകൾ ആൾക്കാർ ചോദിക്കുമായിരിക്കും ഉമ്മയെ നമ്മൾ അനാഥാലയത്തിലാക്കിയെന്നും പറഞ്ഞു കളിയാക്കുമായിരിക്കും. എങ്കിലും ഉമ്മ വയസ്സാം കാലത്ത് കെട്ടിയെന്നും പറഞ്ഞ് കളിയാക്കത്തില്ലല്ലേ. നീ പോകുമ്പോഴേ ഉമ്മായും കൂടെ കൂട്ടിക്കൊണ്ട് പോ. ഉമ്മ നിൻ്റെ അടുത്ത് നിൽക്കട്ടെ. ഉമ്മാക്ക് അതാണ് സൗകര്യം. ഉമ്മാക്കെന്ന് പറഞ്ഞാൽ നിൻ്റെ മക്കളോട് വലിയ സ്നേഹമാണ്. അത് പിള്ളേർക്കും ഒരു സന്തോഷമാവും. നീ കൂട്ടിക്കൊണ്ട് അവിടെ നിൽക്കട്ടെ. ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും പോകണമെങ്കിൽ നീ കൊണ്ട് പോയാൽ മതി. അതാകുമ്പോൾ നിൻ്റെ ഒരു കെയറിങ്ങും കാണുമല്ലേ ഉമ്മാക്ക്. അത് ശരിയാത്തില്ലക്കാ. കാര്യവേ, ഇക്കായ്ക്ക് എൻ്റെ ഹസ്ബൻഡിനെ കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഫ്ലാറ്റും സൗകര്യമൊക്കെ കുറവല്ലേ, 2 ബെഡ്റൂമേ ഉള്ളൂ. പിന്നെ ഉമ്മയ്ക്ക് വയ്യായികയൊക്കെ ആകുമ്പോഴേ പിന്നെ എനിക്കൊരു പാർട്ട് ടൈം ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം നീ ചുരുക്കി പറഞ്ഞാൽ നിനക്ക് ഉമ്മായ അങ്ങ് ഒഴിവാക്കണം, കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നല്ല നീ പറഞ്ഞു വരുന്നത്. മതി, നിർത്ത് നീ. ഇക്ക എന്താ പോകാത്തത്, കൊണ്ടുപോകാത്തത്? ഓ, ഇക്കാടെ വൈഫിന് പറ്റത്തില്ല അല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഉമ്മ നിന്റെ അടുത്ത് നിൽക്കട്ടെ. ഒരു 10 ദിവസം നിന്റെ അടുത്ത് ഇല്ല, 5-10 ദിവസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ. അങ്ങനെ അമ്മക്ക് മാറ്റിയും തിരിച്ചു നിർത്താം. അതൊന്നും പറ്റത്തില്ല. എങ്കിൽ ഇനി ഉമ്മ പറഞ്ഞ കണക്ക് നടക്കട്ടെ. നാണക്കേടാണേ. ഉമ്മ പറഞ്ഞ കണക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നാണക്കേടാണേ. അതല്ല, ഉമ്മ ആദ്യം പറഞ്ഞില്ലേ അനാഥാലയത്തിൽ കൊണ്ടാകുന്നു, സ്വത്ത് പോകുന്നല്ലേ ഉള്ളൂ. പക്ഷെ സ്വത്ത് പോകുമ്പോഴാണ് എനിക്കൊരു വിഷമം. ഞാൻ എന്തെല്ലാം കണക്കൂട്ടിയിരുന്നു. നമുക്ക് മക്കളുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. എനിക്ക് മാത്രമല്ല ബാധകം, ഇക്കായ്ക്കും അത് ബാധകമാണ്. മക്കളെ, ഉമ്മ അത് വെറുതെ പറഞ്ഞാ. ഉമ്മായ്ക്ക് കൂട്ട് വേണോന്നൊക്കെ. കൂട്ടൊക്കെ വേണമായിരുന്നെങ്കിൽ അത് മുമ്പേ ഉമ്മായ്ക്ക് ആവാമായിരുന്നല്ലോ. ഉമ്മ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഉമ്മായ്ക്ക് ആരും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പം. കേട്ടോ, നിങ്ങൾ അതിനെക്കുറിച്ച് ആവലാതിപ്പെടണ്ട. ഉമ്മയുടെ ജീവിതത്തിൽ അതൊരിക്കലും ഇനി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു തരത്തിലും മാനക്കേട് ഉണ്ടാകത്തില്ല. പിന്നെ ഉമ്മ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനാണ് വിളിപ്പിച്ചത്. ഈ വീട് വിട്ട് എവിടെയും വരുന്നില്ല. മോൻ്റെ കൂടെയും വരുന്നില്ല, മോളെ കൂടെയും വരുന്നില്ല. ഒരു ബാധ്യതയായിട്ടും വരുന്നില്ല. പിന്നെ സ്വത്ത്, എൻ്റെ മോള് പറഞ്ഞല്ലോ പോന്നെങ്കിൽ പോട്ടെ എന്ന്. എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടത് എൻ്റെ മക്കൾക്ക് തന്നെയുള്ളതാ. താണ്ട.
എന്താ അമ്മ? രണ്ടുപേരുടെയും പേരിനുമ്മ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഉമ്മയുടെ മരണശേഷം മാത്രമേ മക്കൾക്ക് അതിനകത്ത് എല്ലാ അവകാശവും ഉള്ളൂ. അതുമ്മ അതുമ്മ അതിനധികം നാൾ താമസിക്കില്ല മോനെ. ഇത് ഉമ്മയുടെ ഹോസ്പിറ്റലിലെ ഫയലാ. ഉമ്മ കുറച്ച് നാളായിട്ട് ഉമ്മ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡർ ഉമ്മയുടെ കൂടെ വേണം, എങ്കിലേ ഉമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഇനി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തോളെന്നാ. അതാണ് ഉമ്മ ഒരു മാസം തൊട്ട് എൻ്റെ മക്കൾ ആരെങ്കിലും ഒന്ന് വരുമോ എന്ന് ചോദിച്ച് വിളിച്ചത്. ഉമ്മ എന്നിട്ട് ഒരു വാക്ക് ഞങ്ങളോട് പറയാതിരുന്ന എന്ത്? കുറച്ച് വർഷങ്ങളായിട്ടേ ഉണ്ട് മോനെ. ഉമ്മ ഡോക്ടർ എന്ത് പറഞ്ഞ്? അത് പിന്നെ അതിപ്പം ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പോയി. എന്താ എൻ്റെ ഉമ്മായിക്ക് എന്താ? ഉമ്മായിക്ക് ചില ദിവസങ്ങളിൽ വേദന സഹിക്കാൻ പറ്റത്തില്ല. എന്താ ഉമ്മ പറയായിരുന്നത്? നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തുകൂടായിരുന്നാ? എൻ്റെ അവസാനം വരെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ കാണോ, അത് മാത്രം ഉമ്മായിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് അമ്മ കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ മനസ്സങ്ങ് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? ഉമ്മയുടെ കൂടെ ഞാനുണ്ടാവും. ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. ഇനി ഉമ്മയുടെ എല്ലാ കാര്യത്തിനും ഞാൻ എപ്പോഴും ഉണ്ടാവും. ഉമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ വിഷമിക്കല്ലേ മക്കളെ, ഒന്നുമില്ല. ഇനി എന്നാണ് പോകേണ്ടത്? തിങ്കളാഴ്ച. കുറച്ച് ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഉമ്മായ്ക്ക് കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയി. സർജറിയുടെ വേണം. പൈസയുടെ കാര്യത്തിലൊന്നും മക്കൾ വിഷമിക്കണ്ട. അതിനൊക്കെയുള്ള സമ്പാദ്യം ഉമ്മാടെ കയ്യിലുണ്ടല്ലോ. നിങ്ങളതിൽ നിന്നൊന്നും എടുക്കണ്ട, അതൊക്കെ ഉമ്മായ്ക്കുണ്ട്. ഉമ്മായ്ക്ക് കൂടെ ആളായിട്ട് ഒരാൾ മതി. അത് എൻ്റെ മക്കൾ ഒരാൾ വരുമോ? ഞാൻ വരാം അമ്മ, ഞങ്ങൾ വരാം. ഞാൻ വരാം ഉമ്മാടെ കൂടെ ഹോസ്പിറ്റലിൽ, എവിടെയാന്ന് വെച്ചാ വരാം. അമ്മ വിഷമിക്കണ്ട. നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് വലിയ ധൈര്യമൊന്നും ഇല്ലല്ലേ മക്കളെ. ഒന്നുമില്ല മോളെ. ഉമ്മ ഇത്രയും നാളും തരണം ചെയ്തില്ലേ, ഇനിയും ഉമ്മ ജീവിക്കും. മക്കൾ വിഷമിക്കണ്ട കേട്ടാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. നിങ്ങളില്ലാഞ്ഞപ്പോഴാണ് ഉമ്മയുടെ അസുഖവും കൂടിപ്പോയത്. മോളെ വിഷമിക്കണ്ട. എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് ഇനി വലിയ ധൈര്യമൊന്നുമില്ല. എൻ്റെ മക്കളെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
എന്നോട് ക്ഷമിക്കണം. ഉമ്മയുടെ എല്ലാ കാര്യത്തിനും ഈ മോനുണ്ടാവും. ഉമ്മായെ ചോറെടുക്കാം. ഏ ഉമ്മ ഓരോ ഉരുള വാരിത്തട്ട്. ഉമ്മയുടെ ഒരാഗ്രഹമല്ലേ.